വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ 6th സെമസ്റ്റർ BCom സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ്. യൂണിവേഴ്സിറ്റി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏകദേശം ഏതൊക്കെ ഏരിയാസ് നമുക്ക് കവർ ചെയ്യണം, നന്നായി പഠിക്കണം എന്നുള്ളത്. ഇതേപോലെ നമ്മുടെ വീഡിയോ ചാനൽ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ 6th സെമ്മിലെ സെമ്മിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും essay ക്വസ്റ്റ്യൻസ്, അതേപോലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ, 2 മാർക്സ് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, അതേപോലെ essay ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസും കാണാത്തവർ ആ വീഡിയോസും കൂടി കണ്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലേക്ക് കടക്കാം. മാർച്ച് 2024 കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് നോക്കാം. 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ വേസ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ഡോക്യുമെൻറ്റ് ഇൻ MS വേർഡ്? MS വേർഡിൽ നമ്മൾ പുതിയ ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഏത് വഴിയിലൂടെയാണ്, എങ്ങനെയാണ് നമ്മൾ ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് മാത്രം, ഏതൊക്കെ പ്രൊസീജിയർ വഴിയാണ് എന്നുള്ളത് മാത്രം എഴുതി വെച്ചാൽ മതി. 2 മാർക്സ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാക്രോസ് ഇൻ MS വേർഡ്? MS വേർഡിൽ മാക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ദെൻ അടുത്ത ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ടെംപ്ലേറ്റ്സ് ഇൻ MS വേർഡ്? MS വേർഡ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ MS വേർഡിലെ ടെംപ്ലേറ്റ്സ് എന്നാൽ എന്ത് എന്നുള്ളതാണ്. ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വർക്ക്ഷീറ്റ്സ്? വർക്ക്ഷീറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹൗ ടു ഇൻസേർട്ട് കോളംസ് ആൻഡ് റോസ് ഇൻ MS Excel വർക്ക്ഷീറ്റ്? MS Excel വർക്ക്ഷീറ്റിൽ റോസും കോളംസും എങ്ങനെയാണ് നമ്മളതിൽ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നത്? വേർഡിൽ എടുത്തിട്ട് എങ്ങനെയാണ് നമ്മൾ കോളം റോസും ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ടു സേവ് ഫയൽ ഇൻ MS Excel? MS Excelൽ നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്നുള്ളത്, സേവ് ഫയലിൽ അതാണ്. പിന്നെ അതേപോലെ നെക്സ്റ്റ്, ഇൻ MS PowerPoint വാട്ട് ആർ സ്ലൈഡ്സ്? MS PowerPointൽ സ്ലൈഡ്സ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ MS PowerPoint വാട്ട് ഈസ് എ തീം? MS PowerPointൽ എന്താണ് തീം എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്ലൈഡ് ഡിലീറ്റിംഗ് ഓപ്ഷൻ ഇൻ MS PowerPoint? MS PowerPointൽ നമുക്ക് ഡിലീറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, അത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സ്ലൈഡ്സിൽ എന്നാണ് ചോദ്യം. നെക്സ്റ്റ് ഈസ് ഇൻ MS PowerPoint ഹൗ ടു അപ്ലൈ എ തീം ഇൻ എ സ്ലൈഡ്? MS PowerPointൽ നമുക്ക് തീമിനെ എങ്ങനെ സ്ലൈഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ്. ഹൗ ടു അപ്ലൈ തീം ഇൻ എ സ്ലൈഡ്. ദ നെക്സ്റ്റ്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗോൾ സീക്ക് ഓപ്ഷൻ ഇൻ MS Excel? MS Excelൽ ഗോൾ സീക്ക് ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ യൂസ് എന്താണ് എന്നാണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ഇൻ്റർനെറ്റ്? എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളത്. ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൊമെയിൻ നെയിം സെർവർ? ഡൊമെയിൻ നെയിം സെർവറിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് എ ജനറിക് ടോപ്പ് ലെവൽ ഡൊമെയിൻ? ഡൊമെയിൻ എന്നുള്ളൊരു ടോപ്പിക്ക് എല്ലാം കവർ ചെയ്ത് പഠിച്ചു വയ്ക്കണം, എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ്, വാട്ട് ഡസ് കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമെയിൻ നെയിം? കൺട്രി ടോപ്പ് ലെവൽ ഡൊമെയിൻ നെയിം എന്നാൽ എന്ത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, 5 മാർക്സ്. വാട്ട് ഈസ് ദ നേച്ചർ ആൻഡ് യൂസസ് ഓഫ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ അവൈലബിൾ ഇൻ MS വേർഡ് വിൻഡോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഗ്രാഫിക്സ് റിലേറ്റഡ് ഫീച്ചേഴ്സ് ഓഫേർഡ് ബൈ MS വേർഡ്? നെക്സ്റ്റ്, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ടു മോഡിഫൈ പ്രോപ്പർട്ടീസ് ഓഫ് ദ സെൽസ് ഇൻ MS Excel? Next question, which are the different types of alignment of cell contents allowed in MS Excel? Next question, explain the nature and use of different types of views provided by Microsoft PowerPoint. Next, write a note on the history of Internet. The next, which are the components of distributed computing? The next question, which are the types of internet protocols? Internet protocols important topic ആണ് കേട്ടോ. നെക്സ്റ്റ് essay ക്വസ്റ്റ്യൻ ആണ്, എനി 2 ആണ്, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. 10 മാർക്സ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് അവൈലബിൾ ഇൻ MS വേർഡ് ഫോർ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് അവൈലബിൾ ഇൻ MS Excel? MS Excelൽ വേരിയസ് ഫങ്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് കേട്ടോ എഴുതേണ്ടത്. അത് ഏതൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ളത് ഏതൊക്കെയാണെന്ന് എഴുതുക, അതിൻ്റെ എക്സ്പ്ലനേഷനും. ദ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഫോർ ഫോർമാറ്റിംഗ് എ പ്രസൻറ്റേഷൻ
അവൈലബിൾ ഇൻ MS PowerPoint. MS PowerPoint ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. അതിലുമായി ബന്ധപ്പെട്ട essay ക്വസ്റ്റ്യനും 2 മാർക്സ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും നന്നായി പഠിച്ചേക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഇൻ ബിസിനസ്? ഏതൊക്കെ അപ്ലിക്കേഷൻ ലെവൽസ് ആണ് ഇൻ്റർനെറ്റ് ബിസിനസ്സിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. വാട്ട് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റർനെറ്റ് ഇൻ ബിസിനസ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 80 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് തൊട്ട് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി നോക്കാം. ഇനിയുള്ളത് 2023 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കപ്പോൾ 2 മാർക്സ് ഫസ്റ്റ് നോക്കാം. ഹൗ ക്യാൻ വി സ്റ്റാർട്ട് MS വേർഡ്? MS വേർഡ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ എഴുതി വയ്ക്കുക, അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ടെക്നിക് ഓഫ് ഇൻസേർട്ടിങ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS വേർഡ്. MS വേർഡിൽ ഹെഡറും ഫൂട്ടറും എങ്ങനെയാണ് നമുക്ക് റെഡിയാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് നമുക്ക് ആ വേർഡിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിബൺ ഇൻ MS വേർഡ്? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സേവ് ആസ് കമാൻഡ്? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് ക്ലിപ്പ് ആർട്ട് ഗാലറി? Next question, what do you mean by workbook in Excel? Next question, what is absolute cell reference? Next question നമുക്ക് നോക്കാം. How will you freeze and unfreeze rows and columns? റോസും കോളംസും നമ്മൾ ഫ്രീസും അതേപോലെ അൺഫ്രീസും ആക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. നെക്സ്റ്റ്, റൈറ്റ് നോട്ട്സ് ഓൺ അൺഡു ആൻഡ് റീഡു കമാൻഡ്സ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ സിൻടാക്സ് ആൻഡ് യൂസ് ഓഫ് ഇഫ് ഫങ്ഷൻ ഇൻ എക്സൽ. എക്സലിൽ ഇഫ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഇല്ലേ, അതിൻ്റെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻസ് അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ 2 മാർക്സ് ബേസിൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ വേരിയസ് വ്യൂ ഓപ്ഷൻ ഇൻ MS എക്സൽ. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് നോട്ട്സ് മാസ്റ്റർ ഇൻ MS PowerPoint? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രാൻസിഷൻസ് ഇഫക്റ്റ് ഇൻ MS PowerPoint? 14th question, what is World Wide Web? Next question, what do you mean by distributed computing? ഇനി നമുക്ക് 5 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിസ്കസ് ദ ഫങ്ഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് MS വേർഡ്. MS വേർഡിൻ്റെ അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ഇൻസേർട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ഇൻ MS വേർഡ്. MS വേർഡിൽ നമ്പേഴ്സും ബുള്ളറ്റ്സൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന്. ദെൻ നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ MS വേർഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സ്പ്രെഡ്ഷീറ്റ്സ്? എക്സ്പ്ലെയിൻ എനി 2 ഫീച്ചേഴ്സ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ഫോർ അനാലിസിസ് ഓഫ് ഡാറ്റ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് അവൈലബിൾ ഇൻ MS എക്സൽ. അതായത് MS എക്സലിൽ ഫങ്ഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് അങ്ങനെ പറയുന്നത്. അതിലത്തെ ഓരോന്നും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിച്ചേക്കണം, ഏതാ ചോദിക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഹൗ ക്യാൻ വി ആഡ് വീഡിയോ ക്ലിപ്സ് ആൻഡ് ഓഡിയോ ക്ലിപ്സ് ടു ആൻ MS PowerPoint പ്രസൻറ്റേഷൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ആൻഡ് യൂസസ് ഓഫ് ദ അനിമേഷൻ ഓപ്ഷൻ ഇൻ MS PowerPoint. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അനിമേഷൻസ് മേലെ അനിമേഷൻസ് ഉണ്ടല്ലോ ഓപ്ഷൻസിൽ, അതിൻ്റെ യൂസസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഡിസ്കസ് ദ ഹിസ്റ്ററി ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻ്റർനെറ്റ്. ദെൻ നെക്സ്റ്റ് ഇനി essay ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2, ഏതെങ്കിലും 2 നിങ്ങൾക്ക് അറിയുന്നത് എഴുതി വെച്ചാൽ മതി. വാട്ട് ഈസ് റിബൺ ഇൻ MS വേർഡ്? ദെൻ ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ദാറ്റ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് റിബൺ. essay ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അതിനനുസരിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന റൈറ്റ് നോട്ട്സ് ഓൺ പൈവറ്റ് ടേബിൾ ഇൻ എക്സൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് PowerPoint പ്രസൻറ്റേഷൻ? ദെൻ നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ഈ പറയുന്ന കുറച്ച് താഴെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഡൊമൈൻ നെയിം സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻ, കൺട്രി കോഡ് ടോപ്പ് ലെവൽ ഡൊമൈൻ, IP അഡ്രസ്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട്. ഇതൊക്കെ ഈ പറയുന്നതും ഈ ഒരു 5 പോയിൻ്റിലെ 5 പോയിൻറ്റിൻ്റെയും 2 മാർക്സ് ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ essay ടോപ്പിക്കായിട്ട് അവർ ചോദിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാം. അതായത് ഇപ്പോൾ ഇവർ പ്രോട്ടോകോൾ സ്യൂട്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് കവർ ചെയ്യണം. ഈ ഒരു പ്രാവശ്യം ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് എന്നാൽ എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ എക്സ്പ്ലനേഷൻ വേറെ രീതിയിലായിരിക്കും ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് പറയുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ ബന്ധപ്പെട്ട കണ്ടൻറ്റ് എല്ലാം തന്നെ പഠിച്ചേക്കുക. മാർച്ച് 2022 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യം 2 മാർക്സ്. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഈസ് റിബൺ ഇൻ MS വേർഡ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നന്നായി പഠിച്ചേക്കുക. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു ഇൻസേർട്ട് ബുള്ളറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ഇൻ MS വേർഡ്. ഇത് 2 മാർക്സിനും ചോദിക്കാറുണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. The next, what are the various document view options available in MS Word? The next, what do you mean by macros? Then write the names of any 4 commands available in found group in MS Word. അതായത് MS വേർഡിൽ നമ്മൾ ഫോണ്ട് സൈസും അതിൻ്റെ കമൻസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് ഏതൊക്കെയാണ് എന്നുള്ളതിന് ഏതെങ്കിലും 4 കമൻസ് ഫോണ്ട് ഗ്രൂപ്പിലുള്ളത് എഴുതാനാണ് പറയുന്നത്. The next, write note on undo and redo comments. Repeated question ആണ്. Then what is page orientation? The next question, what are the steps to wrap text in MS Excel? Next question, explain the steps to set margins in MS Excel. Next, list out the various mathematical functions available in MS Excel. ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട MS Excelൽ ഫങ്ഷൻസ് എന്നുള്ളത് എല്ലാ ഫങ്ഷൻസും നോക്കി വെച്ചേക്കണേ. Then next, how can we set timing and speed of a transitions in MS PowerPoint? PowerPoint പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓരോ സ്ലൈഡും സ്പീഡാക്കിയിട്ടൊക്കെ പോകില്ല, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യണത് അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ടൈമിംഗ് ചെയ്യണത്. Then what are the various options available in View tab in MS PowerPoint? The next, what is Slide Master? Repeated question. Then what is World Wide Web? Repeated question. What do you mean by web browser? ഇത്രയാണ് 2 മാർക്സ് ബേസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം 2022 കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫൈൻ ദ സ്റ്റെപ്സ് ടു ക്രിയേറ്റ്, ഓപ്പൺ ആൻഡ് സേവ് എ ന്യൂ വേർഡ് ഡോക്യുമെൻറ്റ്. ഓക്കെ, നമുക്കതായത് സ്റ്റെപ്സ് ആണ് ടു ക്രിയേറ്റ്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് നമ്മുടെ പുതിയൊരു ന്യൂ വേർഡ് ഡോക്യുമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്, സേവ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Then next, how can pictures, shapes and smart art be added to a Word document? The next question, what do you mean by workbook in Excel? Next question, explain the steps to insert a worksheet and delete a worksheet. Worksheet, what is worksheet എന്ന് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. The next question, how can we add new and duplicate slides to a presentation? Then what do you mean by generic top level domain? Generic top level domainile ഡൊമൈനുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്സും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചേക്കണം. Then write a short note on IP address. Next, what are the advantages of internet? ഇതും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് essay ക്വസ്റ്റ്യനുമായിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 10 മാർക്സ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. essay ക്വസ്റ്റ്യൻ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. What is mail merge? List down the steps to do a mail merge. അടുത്ത ക്വസ്റ്റ്യൻ, explain the methods to draw tables in MS Word along with the different formatting options available with them. Next question, write notes on pivot table in Excel. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. essay ക്വസ്റ്റ്യനും 2 മാർക്സ് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് pivot table. The next question, what are the tabs on the Microsoft PowerPoint ribbon? ഇതിലത്തെ ഏതെങ്കിലും 2 എണ്ണമാണ് എഴുതേണ്ടത്. നമ്മൾ പഠിക്കുമ്പോൾ ഈ പറഞ്ഞ 4 എണ്ണം പഠിച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഡൗട്ടോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് നിങ്ങളുടെ എക്സാമിന് മുമ്പ് അധികം പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. സീ ദ നെക്സ്റ്റ് ക്ലാസ്. അതേപോലെ തന്നെ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.